മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കും, പക്ഷേ നമുക്ക് ചിലപ്പോൾ മോട്ടിവേഷൻ കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒന്ന് മോട്ടിവേറ്റ് ആകും, പിന്നെ ഒന്നിരിക്കും, പക്ഷേ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടൂല. ഓരോ ചിന്തകൾ റോട്ടിലൂടെ ബസ് പോകുന്ന പോലെ നമ്മളെ മനസ്സിലൂടെ എന്ത് ചെയ്യും, ഓരോ ചിന്തകൾ കടന്നു പോകും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചിന്ത എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ കൂട്ടത്തിൽ നമ്മളങ്ങോട്ട് കയറിപ്പോകും. പിന്നെ അത് എവിടെയാണ് ഇറങ്ങുക, എപ്പോഴാണ് തിരിച്ച് നമ്മൾ പഠിക്കുന്ന സ്ഥലത്തോട്ട് എത്തുക എന്ന് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ കുറേ നേരം പഠിച്ചിരുന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇൻസ്റ്റയിലൊന്ന് തോണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇൻസ്റ്റാണ്ട് തുറക്കും. പിന്നെ അത് 5 മിനിറ്റാണോ 1 മണിക്കൂറാണോ എത്രയാണ് എന്നുള്ളത് നമുക്ക് പോലും ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല. ടൈം ഒരുപാട് പോയി കഴിഞ്ഞിട്ടാവും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക, അയ്യോ ടൈം ഒരുപാട് വേസ്റ്റായി പോയല്ലോ എന്നുള്ളത്. പിന്നെ വീട്ടിൽ ഇരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ഒരിക്കലും ആവില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഗസ്റ്റ് വരും, ചില ആൾക്കാർക്ക് എങ്ങോട്ടെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷന്, ഫാമിലി ഫംഗ്ഷന് പോകേണ്ടി വരും. ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ എക്സാം വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ട്. ഞാനും 9 അറ്റംപ്റ്റ് എടുക്കാനുള്ള മെയിൻ റീസണും ആ ഒരു കാര്യം തന്നെയാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ അതിനെതിരെ പ്രവർത്തിച്ചിട്ട് 9ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ എന്ത് ചെയ്തത്, പാസ്സായത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. നിങ്ങളൊന്ന് കണ്ണടച്ച് ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്ക്. നിങ്ങൾ സെർച്ച് ചെയ്യാണ് എവിടെയാണ് സ്റ്റഡി റൂം. അങ്ങനെ നിങ്ങൾ കാണുകയാണ് ക്യാപ്സ്റ്റോൺ ലേണിംഗ് ഹബ്ബ് കോഴിക്കോട് മീഞ്ചന്തയ്ക്ക് അടുത്ത് മോഡേൺ ബസാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റീഡിംഗ് റൂം ഉണ്ട്. അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. അന്വേഷിച്ച് നോക്കിയപ്പോൾ നല്ല കൺവീനിയൻറ്റ് പ്ലേസാണ്, ട്രാവലിങ്ങിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളങ്ങനെ എന്ത് ചെയ്യുന്നു, ക്യാപ്സ്റ്റോൺ ലേണിംഗ് ഹബ്ബ് എന്ന് പറയുന്ന സ്റ്റഡി റൂമിൽ എത്തുന്നു. നിങ്ങൾ നേരെ റൂമിനുള്ളിൽ കയറുന്നു. നിങ്ങൾക്ക് മാത്രം ഉള്ള നിങ്ങളുടെ സ്റ്റഡി സ്പേസിലോട്ട് നിങ്ങൾ കയറിയിരിക്കുന്നു. നല്ല കാം അറ്റ്മോസ്ഫിയർ, പുറത്ത് നല്ല ചൂട്, പക്ഷെ നമ്മളിവിടെ ഉള്ളിൽ നല്ല കൂളായിട്ട് എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നു. നമ്മൾക്ക് ഫ്രണ്ട്സിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ ഒന്നിനെക്കുറിച്ചൊരു ചിന്തയില്ല. നമ്മൾ നല്ല ഫോക്കസ്ഡ് ആയിട്ട് തന്നെ നമ്മളെ പഠനം തുടങ്ങാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞു വീട്ടിൽ നിന്ന് ചിലപ്പോൾ കണ്ടിന്യൂസ്ലി ഒരു മോട്ടിവേഷൻ കിട്ടൂല. പക്ഷെ നിങ്ങളിപ്പോൾ നിങ്ങളെ സ്റ്റഡി സ്പേസിൽ ഇരിക്കുകയാണ്, ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ചുറ്റും CA കുട്ടികൾ, അവർ ഫുൾ പഠനം. ചില ആളുകൾ പഠിക്കുന്നു, ചില ആളുകൾ ക്ലാസ് കേൾക്കുന്നു. നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ അവർ പഠിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. ഇതിനേക്കാളും വലിയൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നാണ് കിട്ടുക? ചിന്തിച്ചു നോക്ക്, എവിടെ നിന്ന് കിട്ടൂല. നിങ്ങളിവിടെ നിന്ന് എക്സാം എഴുതാൻ പോകുന്ന ആ ടൈം വരെ നിങ്ങൾ ഫുൾ ഫോക്കസ്ഡ് ആയിരിക്കും, ഫുൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. ഒന്നും നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ പോകുന്നില്ല. ഇതിൻ്റെ എഫേർട്ട് നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് അറിയാൻ പറ്റും. ഞാൻ ഇത്രയും പറഞ്ഞത് മോഡേൺ ബസാറിലുള്ള ക്യാപ്സ്റ്റോൺ ലേണിംഗ് ഹബ്ബ്, അവിടെ ഒരു അഫോർഡബിൾ ഫീസിൽ പോയി ഇരുന്ന് പഠിക്കാൻ വേണ്ടി മാത്രം, അതിനു വേണ്ടി മാത്രം അല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് 9 അറ്റംപ്റ്റ് എടുത്ത് എനിക്ക് തന്നെ അറിയാം, ഓരോ അറ്റംപ്റ്റും ക്ലിയർ ആകാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഒന്ന് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് വരുന്ന പ്രഷർ, കളിയാക്കൽ, നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും നിർത്തിപ്പോയാലോ എന്നുള്ളത്. ഓരോ സ്റ്റുഡൻറ്റും ആ ഒരു ടൈമിൽ ഫേസ് ചെയ്യുന്ന മെൻ്റൽ പ്രഷർ എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ ശരിക്കും ഒന്ന് മാറണം, അല്ലേ? മാറും. നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് അറ്റംപ്റ്റ് നമ്മളെന്ത് ചെയ്യും, സുഖമായിട്ട് ക്ലിയർ ചെയ്യും. എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മളെന്ത് ചെയ്യും, അടുത്ത അറ്റംപ്റ്റിൽ നമ്മൾ പാസ്സാക്കും. അതിനുവേണ്ടി പരമാവധി നമ്മളെന്ത് ചെയ്യും, ശ്രമിക്കും. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾ ഈ റീഡിംഗ് റൂമിലോട്ട് വന്ന് ഫുൾ എഫേർട്ട് ഇട്ട്, ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട്, ഫുൾ ഫോക്കസ്ഡ് ആയിട്ട്, കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഒരു CA എക്സാം പാസ്സാവണം എന്നുണ്ടെങ്കിൽ, ഞാൻ 9ാമത്തെ അറ്റംപ്റ്റിലാണ് ആ കാര്യം ചെയ്തത്. ആ അറ്റംപ്റ്റിൽ ഞാൻ പാസ്സായും ചെയ്ത്. എന്താണ്, നമ്മളിവിടെ ഓപ്ഷണലായിട്ട് ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റ്.
അത് നിങ്ങൾക്ക് ഡെയിലി ബേസിൽ എഴുതാം, വീക്കിലി എഴുതാം, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം, വേണമെന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ എക്സാം പാസ്സാവണമെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എക്സാം എന്ത് ചെയ്യണം, എഴുതണം, എഴുതി പഠിക്കുക തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ക്ലിയർ ആകില്ല. എന്നോട് എൻ്റെ ഫ്രണ്ട് ഇടയ്ക്ക് പറയും, നീ മോക്ക് ടെസ്റ്റ് എഴുതണം. പക്ഷെ എല്ലാ പ്രാവശ്യവും എഴുതും വിചാരിക്കും, പക്ഷെ അവസാനം വെച്ചിട്ട് എഴുതൂല. പക്ഷെ ലാസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എഴുതി, ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. അതാണ് ഇവിടെ നമ്മൾ ആ ഒരു മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടി നിങ്ങൾക്ക് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയില്ല. CA ഇൻ്റർ കുട്ടികൾ CA ഫൈനലിസ്റ്റ് ആകും. CA എന്ന് പറയുന്ന ഡ്രീം കണ്ട് നടക്കുന്ന ആളിൻ്റെ പേരിന് മുന്നേ CA എന്ന് പറയുന്ന 2 അക്ഷരം എന്ത് ചെയ്യും, പ്രിഫിക്സ് ആകും. ബിക്കോസ് പ്രാക്ടീസ് മേക്സ് us ഇംപ്രൂവ്മെൻറ്റ് ലീഡ്സ് ടു സക്സസ്. താങ്ക് യു.